ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ കോഡ് 0007/2018 മെയിൻസിൻ്റെ എക്സാമിനേഷനാണ്. അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം ഭാഷ. കുസാറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ശാസ്ത്ര സാങ്കേതിക മേഖല. ഏത് സാമ്രാജ്യത്വത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി? ഉത്തരം വിജയനഗരം. ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി? ഉത്തരം 2016 നവംബർ 8. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തതേത്? ഉത്തരം സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1947 മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? ഉത്തരം ചർക്ക. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? ഉത്തരം 2005. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം? ഉത്തരം തട്ടേക്കാട്. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പരപ്പാർ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ? ഉത്തരം അയ്യങ്കാളി. ലോക കാലാവസ്ഥാ ദിനം? ഉത്തരം മാർച്ച് 23. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരളത്തിൽ അവസാനമായി പൊതുതെരഞ്ഞെടുപ്പ് നടന്ന തീയതി? ശ്രദ്ധിക്കുക, 2016 മെയ് 16 അല്ല, ഇത് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനമായി കേരളത്തിൽ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ 6, 2021. അടുത്ത ചോദ്യം നോക്കാം. ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏത്? ഉത്തരം ദക്ഷിണ റെയിൽവേ. വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം എന്ത്? ഉത്തരം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ആരാണ് കുഞ്ഞാലി മരയ്ക്കാർ? ഉത്തരം സാമൂതിരിയുടെ നാവിക തലവൻ. അടുത്ത ചോദ്യം, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എവിടെയായിരുന്നു? ഉത്തരം ലാഹോർ സെൻട്രൽ ജയിൽ. താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് PR ശ്രീജേഷ്? ഉത്തരം ഹോക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് എന്ന്? ഉത്തരം 1957 ഏപ്രിൽ 27. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത്? ഉത്തരം ഭൂപൻ ഹസാരിക. കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം കൊല്ലം കോട്ടപ്പുറം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം? ഉത്തരം ചമ്പാരൻ കർഷക സമരം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം കേരള കലാമണ്ഡലം. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആര്? ഉത്തരം മോത്തിലാൽ നെഹ്റു. അടുത്ത ചോദ്യം നോക്കാം. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? ഉത്തരം വേമ്പനാട്ടുകായൽ. താഴെ കൊടുത്തിട്ടുള്ള തീയതികളിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ഉത്തരം 1936 നവംബർ 12. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം പട്ടം താണുപിള്ള. ശ്രദ്ധിക്കുക, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ പട്ടം താണുപിള്ള. അടുത്ത ചോദ്യം, ചാന്നാർ കലാപത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം മാറുമറയ്ക്കാനുള്ള അവകാശം. ചാന്നാർ കലാപം മാറുമറയ്ക്കാനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം അരയ സമാജം. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്നവയിൽ ഏത് റൂട്ടിലാണ്? ഉത്തരം തിരൂർ ബേപ്പൂർ റൂട്ടിൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്? ഉത്തരം വ്യാപാരം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം? ഉത്തരം നെല്ല്. കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? ഉത്തരം പശ്ചിമഘട്ടം. ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഝാർഖണ്ഡ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം? ഉത്തരം നെടുമ്പാശ്ശേരി. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. ഛോട്ടാ നാഗ്പൂർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഒരു പീഠഭൂമിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം? ഉത്തരം 3214 കിലോമീറ്റർ. കേരളത്തിന്റെ ആദ്യ നിയമസഭാ സ്പീക്കർ ഇവരിൽ ആരായിരുന്നു? ഉത്തരം R ശങ്കരനാരായണൻ തമ്പി. അടുത്ത ചോദ്യം നോക്കാം. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണം എന്ന് വിളംബരം ചെയ്ത മഹാറാണി ആര്? ഉത്തരം മഹാറാണി ഗൗരി പാർവതി ഭായ്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം? ഉത്തരം 7. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഉത്തരം മീററ്റിൽ. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം? ഉത്തരം ലോക്പാൽ.
കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? ഉത്തരം കല്ലട. 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിതയാര്? ഉത്തരം മാഡം കാമ. ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്. താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാട് രചിച്ച കൃതി? ഉത്തരം 1.25 കോടി മലയാളികൾ. അടുത്ത ചോദ്യം നോക്കാം. ഇവയിൽ ഏതാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത്? ഉത്തരം കൊച്ചി. ഇന്ത്യയിൽ നിന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി? ഉത്തരം ടെലിഗ്രാഫ്. ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി ടെലിഗ്രാഫ്. കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ്? ഉത്തരം കഥകളി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച മലയാളി? ഉത്തരം VP മേനോൻ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കരുടെ ചരമദിനം. ഭൂതത്താൻ കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. അടുത്ത ചോദ്യം നോക്കാം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം പന്നിയൂർ. 2017 പരിസ്ഥിതി ദിനം ഏത് ആശയത്തിന്മേലാണ് ആചരിക്കുന്നത്? ഉത്തരം മനുഷ്യനെ പ്രകൃതിയുമായി ഒന്നിപ്പിക്കാം. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം? ഉത്തരം സെറിബെല്ലം. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിന്റെ അഭാവമാണ്? ഉത്തരം വൈറ്റമിൻ A. ലോക വനദിനമായി ആചരിക്കുന്ന ദിവസം? ഉത്തരം മാർച്ച് 21. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ഉത്തരം ബാക്ടീരിയ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം? രക്തസമ്മർദ്ദം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം? ഉത്തരം പുംബീജം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം? ഉത്തരം അപ്പിക്കോ പ്രസ്ഥാനം. അടുത്ത ചോദ്യം നോക്കാം. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം? ഉത്തരം ന്യൂട്രോൺ. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം അലുമിനിയം. ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത്? ഉത്തരം മോസ്ലി. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഹെൻറി കാവൻഡിഷ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? ഉത്തരം ജൂൾ. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? ഉത്തരം പ്രകാശോർജ്ജവും താപോർജ്ജവും. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം? ഉത്തരം തെർമോമീറ്റർ. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് തടസ്സമുണ്ടാകുന്ന ബലമേത്? ഉത്തരം ഘർഷണ ബലം. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര? ഉത്തരം 3 × 10⁵ km/s. പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ്? ഉത്തരം ദൂരം. അടുത്ത ചോദ്യം. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. പിന്നീട് എക്സ്പ്ലനേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. 81 ഓപ്ഷൻ സി, 82 ഓപ്ഷൻ എ, 83 ഓപ്ഷൻ സി, 84 ഓപ്ഷൻ ഡി, 85 ഓപ്ഷൻ ബി, 86 ഓപ്ഷൻ എ, 87 ഓപ്ഷൻ ബി, 88 ഓപ്ഷൻ സി, 89 ഓപ്ഷൻ ഡി, 90 ഓപ്ഷൻ സി. 91 ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. 92 ഓപ്ഷൻ സി, 93 ഓപ്ഷൻ ഡി, 94 ഓപ്ഷൻ സി, 95 ഓപ്ഷൻ ബി, 96 ഓപ്ഷൻ ഡി, 97 ഓപ്ഷൻ ബി, 98 ഓപ്ഷൻ എ, 99 ഓപ്ഷൻ എ, 100 ഓപ്ഷൻ എ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.